വിശ്വാലയത്തിലെ സ്നേഹമുള്ളവരെ, 1865 ഏപ്രിൽ 14 ലോക ജനതയെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവും സാമൂഹിക പ്രവർത്തകനുമായ എബ്രഹാം ലിങ്കൻ വെടിയേറ്റ് കൊല്ലപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ട് ആ വിലാപ യാത്ര വാഷിങ്ടൺ വീതിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നീഗ്രോ കുഞ്ഞ് തൻ്റെ അമ്മയോട് ചോദിക്കുകയുണ്ടായി, അമ്മേ, ആരാണ് മരിച്ചത്? തൻ്റെ ആ മകനെ ഒന്നുകൂടി മാറോട് അണച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞു, മകനെ, എനിക്കും നിനക്കും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മഹാമനുഷ്യനാണ് അതെന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ഇത് നമ്മോട് സഭയ്ക്ക് പറയാനുള്ളതും നമ്മെ ഓരോരുത്തരെ ഓർമ്മപ്പെടുത്താനുള്ളതും ഇത് തന്നെയാണ്. എനിക്കും നിനക്കും നാം ഓരോരുത്തർക്കും വേണ്ടി ദൈവം ആത്മബലിയായി തീർന്നതിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന് എന്ന്. പ്രിയമുള്ളവരെ, ദുഃഖവെള്ളി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രതീകം എന്ന് പറയുന്നത് കുരിശാണ്. ആ പ്രതീകമായ കുരിശിന് ഇന്ന് നമ്മോട് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. കുരിശ് ഒരു ഉത്തരമാണ്, അതോടൊപ്പം കുരിശ് ഒരു ചോദ്യവുമാണ് എന്ന്. കുരിശ് ഒരു ഉത്തരമാണ്. നൂറ്റാണ്ടുകളായി മനുഷ്യകുലത്തിൻ്റെ ആരംഭം മുതൽ മനുഷ്യരെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ? എന്തുകൊണ്ട്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുകൾ കടന്നു വരുമ്പോൾ, സഹനങ്ങൾ കടന്നു വരുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ, അപകടമുണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട്? എന്തുകൊണ്ട് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന് മാത്രം പാപം ഞാൻ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവ് മുമ്പിൽ ഉയർത്തുന്ന ഒത്തിരിയേറെ ചോദ്യശരങ്ങളുണ്ട്. അതിനുള്ള ഉത്തരമാണ് ദുഃഖവെള്ളി. പിതാവായ ദൈവം കണ്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ദുഃഖവെള്ളി. ഇതാണ് കുരിശിന് നമുക്ക് പകർന്നു നൽകാനുള്ള ഉത്തരം എന്ന് പറയുന്നത്. പിതാവായ ദൈവം മനുഷ്യകുലത്തിന് വേണ്ടി കണ്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാതാപിതാക്കളോട് ദൈവം ചെയ്ത ഒരു വാഗ്ദാനമുണ്ട്, അവർക്ക് വേണ്ടി ഒരു രക്ഷകനെ നൽകുവാൻ. ആ രക്ഷകൻ തൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് ദൈവ-മനുഷ്യ ബന്ധം വീണ്ടെടുക്കും, അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുമെന്ന് പിതാവായ ദൈവം കണ്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു നമ്മൾ കാൽവരി മലയിൽ കാണുക. സ്നേഹിതർക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച യേശുനാഥൻ കാൽവരി നെറുകയിൽ ആ 3 ആണികളിൽ ജീവൻ വെടിഞ്ഞപ്പോൾ അവിടെ പൂർത്തീകരിച്ചത് ആ പിതാവായ ദൈവം കണ്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം, ദൈവ-മനുഷ്യ ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനം, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ. ഈ മനുഷ്യൻ്റെ രക്ഷയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്ന്. പിതാവായ ദൈവം നമുക്ക് വേണ്ടി കണ്ട ആ വലിയ സ്വപ്നമായിരുന്നു അവിടെ പൂർത്തീകരിച്ചത്. പ്രിയമുള്ളവരെ, ഈ സ്വപ്നം പൂർത്തീകരിക്കുവാൻ വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ചവനായിരുന്നു യേശുനാഥൻ. അതുകൊണ്ടാണ് യോഹന്നാൻ 10:18 ഈശോ പ്രകാരം പറയുന്നത്, ഇത് ആരും എന്നിൽ നിന്ന് കവർന്നെടുത്തതല്ല, ഞാനത് സ്വമേധയാ സമർപ്പിച്ചതാണ്. പ്രിയമുള്ളവരെ, ഗെത്സമനിൽ യേശുനാഥൻ നടത്തിയ ആ പ്രാർത്ഥനയും ഇതുതന്നെ ആണ് നമ്മോട് പറയുക, അല്ലെങ്കിൽ ആ ഒരു സൂചനയാണ് നൽകുന്നത്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണം. അവിടെ ആ പ്രാർത്ഥന അവസാനിച്ചു എന്ന് നമ്മൾ കരുതിയെങ്കിൽ തെറ്റി. പിന്നീട് യേശുനാഥൻ കൂട്ടിച്ചേർക്കുകയാൽ ആണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറ്റുക. പിതാവായ ദൈവത്തിൻ്റെ ആ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശുനാഥൻ ആ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ പ്രിയ ശിഷ്യന്മാർ
ആ പ്രാർത്ഥനയുടെ വേളയിൽ ഉറങ്ങിപ്പോകുന്നുണ്ട്. അവിടെ വെച്ച് പിതാവായ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ യേശുനാഥൻ എന്താണ് ചെയ്യുന്നത്? അവിടെ തളർന്നിരിക്കുകയല്ല, കൂടുതൽ തീഷ്ണതയോടുകൂടി ആ പിതാവിന്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുക. തന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് യേശുനാഥൻ കടന്നു ചെന്ന് അവരോട് പറയുകയാണ്, എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. അവിടെ പുത്രനായ ദൈവത്തിന്റെ ഉറച്ച തീരുമാനത്തിന് ദൃഢസ്വരം നമുക്ക് കാണുവാൻ സാധിക്കും. അതുവരെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച യേശുനാഥൻ പിതാവായ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനുവേണ്ടി തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതാണ് നമ്മൾ കാണുക. പ്രിയമുള്ളവരെ, ആ സമർപ്പണമാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരെയും രക്ഷയായിട്ട് മാറുക. കുരിശിന് നമുക്ക് നൽകാനുള്ള ഒരു ഉത്തരമാണ് അത്. കുരിശിന് നമുക്കായിട്ട് നൽകാനുള്ള രണ്ടാമത്തെ ഉത്തരം എന്ന് പറയുന്നത് സഹനം ഒരു ആനുകൂല്യമാണ്. പിതാവായ ദൈവം തനിക്ക് സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന വലിയ സമ്മാനമാണ് സഹനം. ദൈവം നമ്മെ ഓരോരുത്തരെയും വിശ്വസിക്കുന്നുവെന്നും നമ്മെ ഓരോരുത്തരെയും കണക്കിലെടുക്കുന്നുവെന്നും ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് ഈ സഹനം എന്ന് പറയുന്നത്. അതിനുള്ള ഉദാഹരണമാണ് ജോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. അവിടെ ദൈവവും സാത്താനും തമ്മിൽ ഒരു പന്തയം വയ്ക്കുന്നുണ്ട്. ആരെ പ്രതിയുള്ള പന്തയമാണ്? ജോബിനെ പ്രതി. അവിടെ പിതാവായ ദൈവം ഈ പന്തയത്തിന് ഒരുങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? ജോബിലുള്ള തൻ്റെ വിശ്വാസത്തെ പ്രതിയാണ്. തൻ്റെ വിശ്വസ്ത ദാസനായ ജോബിന്റെ ജീവിതത്തിലേക്ക് ഏതു രീതിയിലുള്ള സഹനങ്ങൾ കടന്നു വന്നാലും അവൻ എന്നെ തള്ളിപ്പറയുകയില്ല എന്ന വിശ്വാസം. പ്രിയമുള്ളവരെ, ഇവിടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കണം, അത് പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും വിശ്വസിക്കുന്നു, നമ്മളെ ഓരോരുത്തരെയും കണക്കിലെടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് പിതാവായ ദൈവം നമ്മിൽ അർപ്പിച്ചിരിക്കുന്ന ആ വിശ്വാസം നാം ഓരോരുത്തരും നഷ്ടമാക്കാതെ, അതുപോലെ തന്നെ ആ വിശ്വാസം ഞാൻ നിമിത്തം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാക്കാതെ, അതുപോലെ നമ്മൾ ഓരോരുത്തരും ഞാൻ നിമിത്തം ദൈവം തോൽക്കാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കർത്താവായിട്ട് നൽകുന്ന ആ സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കണമെന്ന് കൂടി ഇന്നത്തെ ദുഃഖവെള്ളി നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ദുഃഖവെള്ളി ഇന്ന് നമുക്ക് നൽകുന്ന വലിയ ആഹ്വാനമാണ് നിന്റെ ജീവിതത്തിലെ സഹനത്തിന്റെ പുറകിലുള്ള ദൈവത്തിന്റെ ഹിതത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വപ്നത്തെ തിരിച്ചറിയുക എന്നുള്ളത്. നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ നീ തിരിച്ചറിയേണ്ടത് അത് ദൈവത്തിന്റെ ഹിതമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വപ്നമാണ് എന്നാണ്. നീ ഏത് നിമിഷം ഇത് തിരിച്ചറിയുന്നുവോ അന്ന് ഈ സഹനം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹദായകമായിട്ട് മാറും. അനുഗ്രഹദായകമായി മാറുന്ന ഈ സഹനം നിന്റെ ജീവിതം രക്ഷയിലേക്ക് നയിക്കുന്ന ഒന്നാക്കി മാറ്റുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് സഹനത്തിന്റെ വില നാം മനസ്സിലാക്കുക. പിതാവായ ദൈവത്തിന്റെ ഹിതമാണ് എൻ്റെ ജീവിതത്തിലൂടെ നിറവേറപ്പെടുന്നതെന്ന്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാൽവരിയിലേക്കുള്ള യാത്ര എളുപ്പമാക്കും. ഇതുപോലെ തന്നെ കുരിശിന് നമ്മോട് പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കുരിശ് ഒരു ചോദ്യമാണ് എന്നുള്ളതാണ്. മത്തായി 26-24 നാം ഇപ്രകാരമാണ് വായിക്കുക: മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരിക്കുകയും ഉയർത്തപ്പെടുകയും ചെയ്യും. കുരിശിന്റെ വഴിയിൽ 8-ാം സ്ഥലത്ത് ഓസ്ലയും ഇന്നുള്ള സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്ന വേളയിൽ കർത്താവ് പറയുന്നുണ്ട്, സ്ത്രീകളെ, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ എന്ന്. ഈ രണ്ട് ഭാഗങ്ങളും നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് ദുഃഖവെള്ളി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഹനത്തെയോർത്ത്, ഈശോയുടെ പീഡാസഹനത്തെയോർത്ത്, ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർത്ത് കരയാനുള്ള ഒരു ദിവസമല്ല. ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർത്ത് നീ ദുഃഖിച്ചിരിക്കാനുള്ള ഒരു ദിവസമല്ല, മറിച്ച് ഇത് എന്തിനു വേണ്ടിയുള്ള ദിവസമാണ്? നിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ദിവസമാണ്.
നിന്റെ ജീവിതത്തിനെ കുറിച്ച് നീ ചിന്തിക്കുവാനും ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചുള്ള നിന്റെ പ്രതികരണം എപ്രകാരമായിരിക്കുമെന്ന് ആത്മപരിശോധന നടത്താനുമുള്ള ഒരു ദിവസമാണ് ദുഃഖവെള്ളി എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. ഈശോയുടെ പെസഹ അത്താഴം മുതൽ കുരിശുമരണം വരെയുള്ള ആ യാത്രയിൽ യേശുനാഥൻ കണ്ടുമുട്ടുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്, അവരുടെ പ്രതികരണങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശിൻ്റെ വഴികളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ കഥാപാത്രങ്ങളിൽ ആരുടെ നിലപാടാണ് നീ എടുക്കേണ്ടത് എന്ന ഒരു ചോദ്യമാണ് കുരിശ് ഇന്നേ ദിവസം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത്. ഇവിടെ കുരിശിൻ്റെ വഴിയിൽ ഒന്നാമത് നമ്മൾ കാണുന്ന പ്രതികരണം അത് യൂദാസിൻ്റെതാണ്. എന്താണ് ഈ യൂദാസിൻ്റെ പ്രത്യേകത? യൂദാസിൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രം ഒരു ദുരന്ത കഥാപാത്രം എന്നുള്ളതാണ്. യേശുവിൻ്റെ കൂടെ 3 വർഷം നടന്നിട്ട് യേശുവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ കണ്ടിട്ട് അവനോടൊത്ത് ഭക്ഷണത്തിലിരുന്നിട്ട് അവനെ തിരിച്ചറിയാതെ പോയവൻ്റെ പ്രതീകമാണ് യൂദാസ്. ഒരുപക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ യൂദാസ് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. വിശുദ്ധ കുമ്പസാരവും മറ്റു കൂദാശകളും ഏറ്റുവാങ്ങിയിട്ടും അതുപോലെ തന്നെ മറ്റ് ഭക്താനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്തിട്ടും പള്ളിയിലും ധ്യാന കേന്ദ്രങ്ങളിലും മറ്റു പ്രാർത്ഥനാ കൂട്ടായ്മയിലും പോയിട്ടും ദൈവത്തിൻ്റെ മനസ്സ് തിരിച്ചറിയാൻ കഴിയാത്തവരുടെ പ്രതീകമാണ് യൂദാസ്. അതുപോലെ തന്നെ യൂദാസിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ദൈവത്തിന് വേണ്ടി നൽകുന്നതെല്ലാം പാഴാണ് എന്ന ചിന്ത. പിതാവായ ദൈവം ഈ യൂദാസിലൂടെ പല കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യൂദാസ് പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ദൈവത്തിന് വേണ്ടി നീ നൽകുന്നത് വെറും പാഴാണ് എന്ന ഒരു ചിന്ത. പാപിനിയായ മറിയം യേശുവിൻ്റെ പാദം കഴുകി സുഗന്ധലേപനം നടത്തിയപ്പോൾ യൂദാസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ പാഴ്വേല? എന്തിനു വേണ്ടിയാണ് നീ ഈ പാഴ്ചിലവ് നീ നടത്തുന്നത്? 300 ദനാറിയോളം വിലയുള്ള സുഗന്ധ തൈലമല്ലേ നീ ഇവിടെ നശിപ്പിച്ചു കളയുന്നത്? പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടി നാം കൊടുക്കുന്ന അത് നമ്മുടെ കഴിവാണെങ്കിലും സമയമാണെങ്കിലും പണമാണെങ്കിലും അതെല്ലാം പാഴാണ് എന്ന് ചിന്തിക്കുന്നവരുടെ പ്രതീകം കൂടിയാണ് യൂദാസ്. അതുപോലെ തന്നെ യൂദാസിന്റെ മറ്റൊരു പ്രത്യേകത ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ സഭയുടെ എല്ലാം സ്വീകരിച്ചിട്ടും ദൈവത്തിനെതിരെ തിരിഞ്ഞു നിൽക്കുകയും ദൈവത്തിനെ തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ പ്രതീകം. യഹൂദന്റെ പെസഹ അത്താഴത്തിൽ ആദ്യത്തെ അപ്പക്കഷ്ണം സ്വീകരിക്കുവാനുള്ള അവകാശി അവൻ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. യേശുനാഥൻ തന്നെ അന്ത്യത്താഴ സമയത്ത് ആദ്യം ആ അപ്പക്കഷ്ണം കൊടുക്കുന്നത് യൂദാസിനാണ്. ആ യൂദാസിനെ തന്നെയാണ് ആ പാനപാത്രത്തിൽ ആദ്യം മുക്കാൻ അനുവദിക്കുന്നത്. പക്ഷേ ഈ ആനുകൂല്യങ്ങൾക്കൊന്നും വിലമതിക്കാത്ത യൂദാസ് ചെയ്യുന്നത് എന്താണ്? അതെല്ലാം നിരസിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നതാണ് നാം കാണുന്നത്. എന്തിനു വേണ്ടി? യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ. പ്രിയമുള്ളവരെ, സഭാ മക്കളായ നമ്മൾ പലരും ഇതുപോലെ സഭയുടെ എല്ലാ ആനുകൂല്യങ്ങളും സ്വീകരിച്ചിട്ട് സഭയെ തന്നെ പ്രതികൂട്ടി നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ഈ യൂദാസിന്റെ പ്രതീകമായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ അവസാന ഒരു ചാൻസ് കൊടുക്കുമ്പോഴും അത് തിരസ്കരിച്ചവനാണ് യൂദാസ്. ഒലിവുതോട്ടത്തിൽ യേശുവിനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി യൂദാസ് കടന്നു വന്നപ്പോൾ യേശുനാഥൻ അവന് അവസാനമായ ഒരു അവസരം കൂടി കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ യൂദാസിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് യേശു വിളിക്കുന്ന ഒരു വിളിയുണ്ട്, സ്നേഹിത എന്ന്. പക്ഷേ അവസാനമായി തനിക്ക് കിട്ടിയ അവസരം പോലും നിരസിച്ചുകൊണ്ട് താൻ എന്തിനു വേണ്ടിയാണോ അവിടേക്ക് കടന്നു വന്നത് അത് നിർവഹിച്ചിട്ട് യാതൊരു കൂസലുമില്ലാതെ യൂദാസ് ഇറങ്ങിപ്പോയി. അത് നാശത്തിലേക്കുള്ള പോകലായി. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ വീണ്ടും തെറ്റിലേക്ക് വീണു പോകുമ്പോൾ യേശുനാഥൻ നമുക്ക് വേണ്ടി ഇതുപോലെ അനേകം വ്യക്തികളെ ഇടയിലേക്ക് നൽകുന്നുണ്ട്, പല രൂപത്തിലും ഭാവത്തിലും. നമ്മുടെ തെറ്റ് തിരുത്തുവാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഇതുപോലെ വച്ചു നീട്ടുമ്പോൾ അതെല്ലാം തിരസ്കരിച്ച് നാം പോകുമ്പോൾ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കുക, നാം ഓരോരുത്തരും ഈ യൂദാസിന്റെ പ്രതീകമായിട്ട് മാറുകയാണ്. കുരിശിന്റെ വഴിയിലേക്കുള്ള രണ്ടാമത്തെ പ്രതികരണം നമ്മൾ കാണുക പത്രോസിൽ നിന്നാണ്.
ദൈവിക പദ്ധതികൾക്ക് തടസ്സം നിൽക്കുന്ന പത്രോസ്. യേശുനാഥൻ തന്റെ പീഡാസഹന മരണ ഉദ്ധാരണത്തെക്കുറിച്ച് വാചാലനാകുന്ന വേളയിൽ ഇടയ്ക്ക് കയറിക്കൊണ്ട് പത്രോസ് ലീഗ പറയുന്നുണ്ട്, നിനക്ക് ഇത് വരാതിരിക്കട്ടെ എന്ന്. അതുപോലെ ഒരു തോട്ടത്തിൽ യേശുവിനെ പിടിക്കുവാൻ വന്ന പടയാളിയുടെ ചെവി ഛേദിച്ചുകൊണ്ട് ആ ദൈവികമായ ഹിതത്തിന് തടസ്സം നിൽക്കുവാൻ പത്രോസ് പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ എല്ലാവരുടെയും മുമ്പിൽ യേശുവിനെ ഒറ്റയ്ക്കാക്കി ഓടിപ്പോകുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയെല്ലാം പത്രോസ് ദൈവഹിതത്തിന് തടസ്സം നിൽക്കുകയാണ്. പിതാവായ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശുവിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാതെ തന്റെ സ്വപ്നങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ദൈവം പ്രവർത്തിക്കണമെന്ന് വാശി പിടിക്കുന്നവരുടെ പ്രതീകമാണ് ഇവിടെ പത്രോസ്. അവൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു രക്ഷയാണ് പത്രോസ് ആഗ്രഹിച്ചത്. അവിടെ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അവൻ നോക്കിയില്ല. ദൈവം എന്തിനു വേണ്ടിയാണ് തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചതെന്ന് അവൻ പരിശോധിച്ചില്ല. മറിച്ച് അവൻ വിഭാവനം കണ്ട സ്വപ്നങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കണമെന്ന് അവൻ ശ്രമിച്ചു. അതുപോലെ ബലഹീനരുടെ ഒരു പ്രതീകം കൂടിയാണ് പത്രോസ്. നിസ്സാരിയായ ഒരു പരിചാരികയുടെ മുമ്പിൽ പോലും യേശുവിനെ തള്ളിപ്പറയുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നീയും അവനോട് കൂടി ഉണ്ടായിരുന്ന ഒരു ശിഷ്യനല്ലേ, നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഒരു കൂസലുമില്ലാതെ ആ കർത്താവിനെ തള്ളിപ്പറയുന്ന പത്രോസ്. പ്രിയമുള്ളവരെ, നമ്മുടെ ബലഹീനത തെളിഞ്ഞു കാണുന്ന ഒരു ഏരിയ ആണത്. ക്രിസ്തുവിന്റെ ശിഷ്യരാണോ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ കഴിയാത്തവന്റെ പ്രതീകമായിട്ട് അവിടെ പത്രോസ് മാറുകയാണ്. ഇതൊക്കെയാണെങ്കിലും പത്രോസ് ലീഹായിൽ നമ്മൾ കാണുന്ന ഒരു നന്മ എന്ന് പറയുന്നത് യേശുവിന്റെ ഒരു ഒറ്റ നോട്ടം കൊണ്ട് അവൻ മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും രക്ഷയിലേക്കും കടന്നു വന്നു എന്നുള്ളതാണ്. യേശുനാഥൻ പത്രോസിനെ ആ നോക്കിയ നിമിഷങ്ങളിൽ പത്രോസ് അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് തൻ്റെ കുറവുകൾ എന്താണെന്ന്, തൻ്റെ പോരായ്മകൾ എന്താണെന്ന്, താൻ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിയുകയും അത് അവൻ്റെ വലിയ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇതിലൂടെ പത്രോസ് നമ്മോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ എന്ത് തെറ്റ് ചെയ്താലും കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് കടന്നു വന്ന ആ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിയാൽ നിന്റെ ജീവിതത്തിൽ വലിയ മാനസാന്തരമുണ്ടാകും. ആ മാനസാന്തരം നിന്നെ രക്ഷയിലേക്ക് നയിക്കുമെന്ന് പത്രോസ് അത് ഉറച്ചു വിശ്വസിച്ചു. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം അവൻ ഇതാ ഈ നിമിഷം എന്നോട് ക്ഷമിച്ചിരിക്കുന്നുവെന്ന്. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും കുമ്പസാരത്തിന് പോകും, പാപങ്ങളെല്ലാം ഏറ്റുപറയും, നമുക്ക് പാപമോചനം ലഭിക്കും. എങ്കിലും ഞാൻ ഏറ്റുപറഞ്ഞ പാപങ്ങൾ ദൈവം എന്നോട് ക്ഷമിച്ചോ എന്ന സംശയത്തിൽ ആ കുറ്റബോധം പേറുന്നവരായിട്ട് നാം മാറുമ്പോൾ പത്രോസിന്റെ വിശ്വാസം നമുക്കൊരോരുത്തർക്കും വെല്ലുവിളിയാണ്. പത്രോസ് ഉറച്ചു വിശ്വസിച്ചു, ആ കർത്താവിന്റെ മുമ്പിൽ ഞാൻ നിന്ന നിമിഷം, ആ കർത്താവിന്റെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കിയ നിമിഷം, ഇതാ കർത്താവ് എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, എന്നോട് പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, കുരിശിന്റെ വഴിയിൽ നാം കണ്ടുമുട്ടുന്ന മൂന്നാമത്തെ പ്രതികരണം അത് പീലാത്തോസിൻ്റെതാണ്. തൻ്റെ സ്ഥാനത്തിനും അധികാരത്തിനും വേണ്ടി മാത്രം നിലപാടുകൾ എടുക്കുന്ന പീലാത്തോസ്, തൻ്റെ സൽപ്പേര് സംരക്ഷിക്കുവാൻ, തൻ്റെ അധികാരം സംരക്ഷിക്കുവാൻ വേണ്ടി യേശുവിനെ കുറ്റം വിധിക്കുന്ന പീലാത്തോസ്. അവിടെ ദൈവത്തിനേക്കാൾ ഉപരിയായി അവൻ സ്നേഹിക്കുന്നത് തൻ്റെ അധികാരത്തെയാണ്. അവൻ ഭയക്കുന്നത് യഹൂദരെയും, അവൻ സ്നേഹിക്കുന്നത് തൻ്റെ അധികാരത്തെയും. താൻ രക്ഷകനായി സ്വീകരിക്കേണ്ട യേശുവിനെയാണ് അവിടെ പീലാത്തോസ് തള്ളിപ്പറയുന്നത്. എന്തിനു വേണ്ടി? തൻ്റെ അധികാരം സംരക്ഷിക്കുവാൻ വേണ്ടി. യേശുവിന് അനുകൂലമായ ഒരു നിലപാടെടുത്താൽ യഹൂദരെല്ലാവരും തനിക്ക് എതിരാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ അവൻ മരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതാണ് നാം കാണുന്നത്. ഇവിടെ പീലാത്തോസ് മറ്റൊരു തരത്തിലും നമ്മളെ ഓരോരുത്തരുടെയും പ്രതീകമായിട്ട് മാറുന്നു. അത് അകത്തും ഉള്ളിലും അവൻ സത്യം തിരിച്ചറിഞ്ഞിട്ടും പുറത്ത് പറയാൻ മടി കാണിക്കുന്നതിലൂടെയാണ്. യേശുവിനെ വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന പ്രത്തോറിയത്തിന്റെ അകത്തും പുറത്തുമായ 7 സ്ഥലങ്ങളിൽ വെച്ചാണ് ആ വിചാരണ നടക്കുന്നത്.
ഈ അകത്ത് നടക്കുന്ന സഭകളിലെല്ലാം യേശു ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. യേശു ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ പുറത്തേക്ക് വരുമ്പോൾ അവരത് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. കാരണം തനിക്ക് നഷ്ടമാകാൻ പോകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അവൻ ചിന്തിച്ചത്. പ്രിയമുള്ളവരെ, സത്യം തിരിച്ചറിഞ്ഞിട്ടും നമുക്ക് നഷ്ടമാകാൻ പോകുന്ന സൗഹൃദങ്ങളെയും അധികാരങ്ങളെയും എല്ലാം തിരിച്ചറിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ സത്യം നമ്മൾ തുറന്നു പറയാതിരിക്കുക, അല്ലെങ്കിൽ തെറ്റിനെ കൂട്ടുനിൽക്കുക. അങ്ങനെ ചെയ്യുന്നവന്റെ പ്രതീകമായിട്ട് ഇവിടെ പീലാത്തോസ് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ട്. കുരിശിന്റെ വഴിയിലെ 4ാമത്തെ പ്രതികരണം നമ്മൾ കാണുക യേശുവിന്റെ പ്രിയ ശിഷ്യരിൽ നിന്നും അതുപോലെ യേശുവിനെ അനുഗമിച്ച ആ സ്ത്രീകളിൽ നിന്നുമാണ്. കുരിശിന്റെ വഴിയിൽ അല്ലെങ്കിൽ ഈശോയുടെ പീഡാസഹനത്തിൽ അവരോടൊപ്പം അനുഗമിച്ച പ്രിയപ്പെട്ട ശിഷ്യന്മാർ. ഇവിടെ യോഹന്നാനാണ് ആ ശിഷ്യന്മാരിൽ ഒരുവൻ. പിന്നെയുള്ളവര് സ്ത്രീകളായ കുറച്ച് പേരാണ്. അവർ യേശുവിന്റെ ആ പീഡാസഹനത്തിൽ അവരോടൊപ്പം പങ്കെടുക്കുവാൻ വേണ്ടി യാതൊരു മടിയുമില്ലാതെ പിഞ്ചെന്നവർ. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഇതുപോലെ ഒരു പ്രത്യേകിച്ച് കുരിശുമരണം നടക്കുന്ന വേളയിൽ സ്ത്രീകൾക്കാർക്കും അങ്ങോട്ട് പോകാൻ അനുവാദമില്ല. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ, തങ്ങളുടെ പ്രതിബന്ധങ്ങൾ വകവയ്ക്കാതെ അവരെല്ലാവരും യേശുവിനെ അനുഗമിച്ചത് എന്തുകൊണ്ടാണ്? യേശുവിനെ അവർ അതിനറ്റ് സ്നേഹിച്ചതുകൊണ്ടാണ്. യേശുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് അവർ ഇതൊന്നും വകവയ്ക്കാതെ യേശുവിൻ്റെ ആ പീഡാസഹന വേളയിൽ അവനോടൊപ്പം അനുഗമിച്ചത്. അതെല്ലാം ഈശോയോടുള്ള അവന്റെ സ്നേഹത്തെ പ്രതിയായിരുന്നു. ആ സ്നേഹത്തിന് അവൻ കൊടുത്ത വലിയ പ്രതിഫലമാണ് 6-ാം മണിക്കൂർ അല്ലെങ്കിൽ കുരിശിന്റെ വഴിയിൽ 6-ാം സ്ഥലത്ത് നമ്മൾ കാണുക വേറൊരിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്ന ആ ഭാഗം. അവൾക്ക് ആ തിരുമുഖത്തിന്റെ ദർശനം യേശുദാസ് നൽകുകയുണ്ടായി. 4-ാം സ്ഥലത്ത് യേശുദാസൻ തന്റെ അമ്മയെ കണ്ടുമുട്ടുന്നത്. ആ അമ്മ പീഡാസഹന വേളയിൽ മുഴുവൻ ഈശോയുടെ ഒപ്പം ഉണ്ടായിരുന്നു. അത് ആ സ്നേഹത്തെ പ്രതിയാണ്. അതുകൊണ്ട് ആ അമ്മയ്ക്ക് നൽകിയ വലിയ സമ്മാനമായിരുന്നു തൻ്റെ പ്രിയ ശിഷ്യനെ അവളുടെ മകനായിട്ട് നൽകിയത്. അതുപോലെ തന്നെ അനുഗമിച്ച ആ പ്രിയ ശിഷ്യന് കൊടുത്ത സമ്മാനമായിരുന്നു തൻ്റെ അമ്മയെ തന്നെ. പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവർക്കും ദൈവം നൽകുന്ന സമ്മാനമാണ്. ഈശോയെ സ്നേഹിക്കുന്നവർക്ക് ഈശോ നൽകുന്ന വലിയ സമ്മാനം. പ്രിയമുള്ളവരെ, കുരിശിന്റെ വഴിയിൽ നമ്മൾ പിന്നീട് കാണുന്ന പ്രതികരണം അത് 2 കള്ളന്മാരുടെ. കുരിശിന്റെ വഴിയിൽ നമ്മളുടെ രക്ഷയ്ക്ക് സാധ്യതയുണ്ടെന്ന് തെളിയിക്കുന്ന 2 പ്രതികരണം. അതിൽ ഇടതുവശത്തുള്ള കള്ളൻ തൻ്റെ കൂടെയുള്ളത് ദൈവപുത്രനാണെന്ന് തിരിച്ചറിയുന്നില്ല. തൻ്റെ ഈ കുരിശുമരണത്തെക്കുറിച്ച് ഓർത്ത് ഒത്തിരിയേറെ നിരാശയിലാകപ്പെട്ട ഒരു വ്യക്തി. തന്നോടൊപ്പം സഹിക്കുന്നവർ ദൈവമാണെന്ന് തിരിച്ചറിയാതെ തന്നെ ഈ സഹനത്തിനായി വിട്ടു നൽകിയ എല്ലാവരെയും അധിക്ഷേപിച്ചുകൊണ്ട് വളരെ നിരാശയോടുകൂടെ ആ മരണം ഏറ്റുവാങ്ങുമ്പോൾ വലതുവശത്തെ കള്ളൻ എന്താണ് ചെയ്യുന്നത്? അവൻ ആ കുരിശിന്റെ മഹത്വം തിരിച്ചറിഞ്ഞു. തനിക്ക് ഈ ശിക്ഷ ലഭിച്ചത് അർഹതയുള്ള ഒന്നാണ്. ആ ശിക്ഷയുടെ അർത്ഥം എന്താണെന്ന് അവൻ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ തന്നോടൊപ്പം സഹിക്കുന്നത് ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ തിരുഹൃദയത്തിൽ ഒരു ഇടം തേടുക കൂടി ചെയ്തു. അങ്ങനെ തൻ്റെ കൂടെ സഹിക്കുന്നവൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ സമ്മാനമായിരുന്നു അവന് ലഭിച്ച പറുദീസ. പ്രിയമുള്ളവരെ, കുരിശിന്റെ വഴിയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളും പ്രതികരണവും വെറും ഒരു സംഭവമല്ല, പക്ഷേ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതകളാണ്. ഈ സാധ്യതകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് യേശുനാഥൻ ഇന്ന് ഈ ദുഃഖവെള്ളിയിൽ നമ്മോട് ചോദിക്കുകയാണ്, നിന്റെ ജീവിത കുരിശിന്റെ വഴികളിൽ നീ ഈ പ്രതികരണങ്ങളിൽ ആരുടെ ഭാഗമാണ് തിരഞ്ഞെടുക്കുക? ഒരുപക്ഷെ യൂദാസിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ പത്രോസിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ പീലാത്തോസിൻ്റെതായിരിക്കാം. പക്ഷേ ഏതെല്ലാം പ്രതികരണമാണ് നീ ഏറ്റെടുക്കുന്നതെങ്കിലും അവസാനം ആ നല്ല കള്ളനെ പോലെ കർത്താവിനെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എത്തുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന വലിയ സമ്മാനം അത് പറുദീസയുടെ അനുഭവം തന്നെയാണ്. ഇന്ന് ഈ ദുഃഖവെളിയിൽ കർത്താവ് നമുക്ക് വേണ്ടി നൽകുന്ന ആ വലിയ അടയാളം, ആ വലിയ പ്രതീകം കുരിശ്, ആ വിശുദ്ധ കുരിശ് ഇന്ന് നമ്മോട് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്. കുരിശ് ഒരു ഉത്തരമാണ്, നിന്റെ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം.
കുരിശ് ഒരു ചോദ്യചിഹ്നമാണ്. നിന്റെ ജീവിതത്തിൽ നീ എപ്രകാരം ഈ കുരിശിൻ്റെ അല്ലെങ്കിൽ സഹനത്തിൻ്റെ വഴികളെ ഏറ്റെടുക്കും? ഏത് തരത്തിലുള്ള പ്രതികരണമാണ് നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുക? അതുകൊണ്ട് ഇന്ന് ഈ ദുഃഖവിളിയിൽ കർത്താവിൻ്റെ പീഡാസഹനത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് ആ കുരിശിൻ്റെ ഉത്തരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാം. ആ കുരിശ് ഉയർത്തുന്ന ചോദ്യചിഹ്നങ്ങൾക്ക് നമുക്ക് പ്രത്യുത്തരം നൽകാം. അങ്ങനെ കർത്താവിൻ്റെ കുരിശ് മരണത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.